എന്തായി? എന്തൊരു ചൂടായിരുന്നല്ലോ ഇതുവരെ. ഇപ്പോൾ ചൂടിനൊരു ആശ്വാസമായിട്ട് ഇടയ്ക്കൊക്കെ മഴയും കിട്ടുന്നതുകൊണ്ട് നമ്മളും അതുപോലെ ചെടികളും ഒരുപോലെ ഹാപ്പിയാണ്. അന്ന് പ്രൂൺ ചെയ്തതിൻ്റെ ബാക്കി 2-3 അടിയിലും കൂടെ പ്രൂൺ ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നു. നിറയെ മുട്ടും വിത്തുമായി നിൽക്കുന്നത് കൊണ്ട് ഞാനത് പ്രൂൺ ചെയ്യാൻ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നത്തെ പണി വിത്തും മുട്ടും ഒന്നും ഇല്ലാത്ത കമ്പുകൾ നോക്കി പ്രൂൺ ചെയ്ത് വിടുകയാണ് കേട്ടോ. ഇതെൻ്റെ നോർമൽ പിങ്ക് വെറൈറ്റിയുടെ മദർ പ്ലാന്റ് ആണ്. കൊമ്പുകളൊക്കെ സൂക്ഷിച്ച് മുറിച്ച് അവിടെ സാഫ് തേച്ചതിന് ശേഷം മുറിച്ച കമ്പുകളും ഞാൻ പ്രൂൺ ചെയ്ത് വെക്കാറാണ് പതിവ്. എല്ലാ കമ്പുകളും നമുക്ക് ഇതുപോലെ പ്രൂൺ ചെയ്യാൻ പറ്റും. ഒപ്പം അതിൽ വേര് പിടിപ്പിക്കാനും പറ്റും. മണ്ണും ചകിരിച്ചോറും എല്ലുപൊടിയും കൂടെ മിക്സ് ചെയ്ത മണ്ണിൽ ഈ മുറിച്ച കമ്പുകൾ നട്ടു വെച്ചിട്ടാണ് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്യാറ്. അത് സക്സസ് ആയിട്ടും ഉണ്ട്. അങ്ങനെ അഡീനിയമൊക്കെ പ്രൂൺ ചെയ്ത് റീപോട്ടിങ്ങും കഴിഞ്ഞ് അവർക്ക് കുറച്ച് വെള്ളവും നനച്ച് ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. നല്ല മഴയുണ്ടെങ്കിലും അഡീനിയത്തിന് ഓവറായിട്ട് മഴ കിട്ടിക്കഴിഞ്ഞാൽ വേരൊക്കെ ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും ഒന്നും അഡീനിയം ഞാൻ നനയ്ക്കാറില്ല. അങ്ങനെ റീപോട്ട് ചെയ്ത പ്ലാന്റ്സിന് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഇന്നത്തെ പരിപാടി ഞാൻ നിർത്തി. കണ്ടോ?